നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുമ്പള ആരിക്കാടിലെ ടോൾ പ്ലാസയ്ക്ക് നേരെയുള്ള ആക്രമണം കണ്ടാലറിയുന്ന 500ഓളം പേർക്കെതിരെ കേസ്. പ്രതിഷേധക്കാർ ക്യാമറകളും സ്കാനറുകളും ടോൾ ബാരികളും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ അടിച്ചു തകർത്തിരിക്കുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ബദിയടക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുമ്പട ജയിൽ വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുഖത്ത് മാന്തിയ പാടുകളും കഴുത്തിലെ കരിമണിമാല കാണാത്തതിലും ദുരൂഹത വർദ്ധിപ്പിച്ചിരിക്കുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജോസ് കെ മാണിയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം മാധ്യമങ്ങളുടെ മാത്രം ചർച്ച. എവിടെ നിന്നാണ് വിവരം ലഭിച്ചതെന്ന് മാധ്യമങ്ങൾ വ്യക്തമാക്കണം. വരാൻ താല്പര്യമുള്ളവർ വരും, ആരെയും നിർബന്ധിക്കില്ല. ഒരു വിസ്മയവും UDF അവകാശപ്പെട്ടിട്ടില്ലെന്നും അടൂർ പ്രകാശ്. തൊഴിലുറപ്പ് പദ്ധതി തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ കാഞ്ഞങ്ങാട് നഗരത്തിൽ മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീ മടിയംകൂലം പാട്ടുത്സവത്തിൽ പാരമ്പര്യവും പഴമയുടെ പ്രൗഢിയും വിളിച്ചോതി കളമെടുത്തു ചടങ്ങ്. പാട്ടുത്സവം 1ഉം 2ഉം ദിനത്തിൽ പ്രതിഫലിച്ചത് ജീവസുറ്റ ദേവി ദേവഭാവങ്ങളാണ്. KGOയുടെ 40ാം ജില്ലാ സമ്മേളനം കാസർഗോഡ് നഗരസഭ വനിതാ ഭവൻ ഹാളിൽ നടന്നു. KPCC സെക്രട്ടറി ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം നവംബർ 1-ന് കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച സുഹൃത കേരളം ഗോകുല കലായാത്രയുടെ സംസ്ഥാനതല സമാപന പരിപാടി കാസർഗോഡ് മധൂരിൽ വെച്ച് നടന്നു. പ്രശസ്ത സംഗീതജ്ഞനും ക്ഷേത്രകലാ അക്കാദമി ചെയർമാനുമായ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കുമ്പള ആരിക്കാടിലെ ടോൾ പ്ലാസയ്ക്ക് നേരെയുള്ള അക്രമം കണ്ടാലറിയുന്ന 500ഓളം പേർക്കെതിരെ കേസ്. പ്രതിഷേധക്കാർ ക്യാമറകളും സ്കാനറുകളും ടോൾ ബാരിയറും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ അടിച്ചു തകർത്തിരിക്കുന്നു. AKM അഷ്റഫ് MLAയുടെ നേതൃത്വത്തിൽ ടോൾ പിരിവിനെതിരെ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയ യൂത്ത് ലീഗ് DYFI പ്രവർത്തകരാണ് ടോൾ ബൂത്ത് അടിച്ചു തകർത്തത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ജനകീയ പ്രതിഷേധങ്ങളെ അവഗണിച്ച കുമ്പള ആരിക്കാടിയിലെ ടോൾ പിരിവ് സംഘർഷത്തിലേക്ക്. ടോൾ പിരിവിനെതിരെ AKM അഷ്റഫ് MLA ഉൾപ്പെടെ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയ യൂത്ത് ലീഗ് DYFI പ്രവർത്തകർ ടോൾ ബൂത്ത് അടിച്ചു തകർത്തു. 6ഓളം ക്യാമറകളും ബാരിക്കേഡും സ്കാനറും ഉൾപ്പെടെ പ്രതിഷേധക്കാർ അടിച്ചു തകർത്തു. രാത്രി 8:30ഓടെയാണ് സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 500ഓളം പേർക്കെതിരെ കുമ്പള പോലീസ് കേസെടുത്തു. അതേസമയം ടോൾ പിരിവ് അവസാനിപ്പിക്കുന്നതുവരെ സമരം തുടരുമെന്ന് AKM അഷ്റഫ് MLA വ്യക്തമാക്കി. ചർച്ചയിൽ അവർ ഒറ്റ കാര്യം, ഏറ്റവും നമ്മൾ അരിയാരം കളിക്കുന്ന ആളുകൾക്കറിയാം, കോടതിയിലൊരു കേസ് നിലനിൽക്കുമ്പോൾ കോടതി അവസാനമായി ജഡ്ജ് ചോദിച്ചത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് പിരിക്കാനുള്ള പെർമിഷൻ ഉണ്ടോ. ഇന്ന് അവർ പറഞ്ഞത് ഞങ്ങൾ 12-ാം തീയതി ടോള് പിരിക്കുന്ന ദിവസം ഞങ്ങൾക്കും ഹൈക്കോടതിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു, ഞങ്ങൾ ആ പെർമിഷൻ കൊടുത്തു എന്നാണ്. ജഡ്ജൊരു വിധി പറയാതെ പിരിക്കുന്നെന്ന് പറയുന്നത് അന്യായമല്ലേ? അപ്പോൾ ഒരു കാരണവശാലും അവരെന്ത് പറഞ്ഞാലും ഒരിളവിന് റെഡിയല്ല. കാസർഗോഡ് ജില്ല ഒഴിവാക്കാൻ റെഡിയല്ല. അവരൊറ്റ വാശിയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് സമരങ്ങൾ ജനകീയ പോരാട്ടത്തിൽ തോറ്റു തുന്നം പാടിയിട്ടുണ്ട്. ആരിക്കാടിയിലെ ടോൾ ബൂത്ത് കാസർഗോഡൻ ജനതയുടെ പ്രതിഷേധത്തിന് മുമ്പിൽ 100% തോൽക്കും. വരും നാളുകളിൽ നിങ്ങളത് കാണും.
പ്രതിഷേധക്കാർ അടിച്ചു തകർത്തതിനെ തുടർന്ന് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുമ്പള. ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുമ്പടാജയിൽ വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുഖത്ത് മാന്തിയ പാടുകളും കഴുത്തിലെ കരിമണിമാല കാണാത്തതിലും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുമ്പടാജെ ആജിലയിൽ തനിച്ച് താമസിക്കുന്ന സ്ത്രീയെ വീട്ടിനകത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുഷ്പാവതിയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെയോടെയാണ് മൃതദേഹം കിടപ്പുമുറിയിൽ കാണപ്പെട്ടത്. മുറിയിൽ പിടിവലി നടന്നതിൻ്റെ അടയാളങ്ങളുണ്ട്. മുഖത്ത് നഖം കൊണ്ട് മാന്തിയതിൻ്റെ പാടുകളും കാണപ്പെട്ടു. വിവരമറിഞ്ഞ് ബദിയടുക്ക പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പുഷ്പാവതിയുടെ കഴുത്തിൽ നിന്നും കരിമണിമാല കാണാതായതായി സംശയിക്കുന്നു. അതിനാൽ മോഷണത്തിനിടയിലാണ് മരണം സംഭവിച്ചതെന്ന് സംശയിക്കുന്നു. പെരിയ വില്ലാരംപതിയിലെ സുബൈദ കൊലക്കേസ്, പനയാൽ ബങ്ങാട് ദേവകി കൊലക്കേസ് എന്നിവയുമായി സാമ്യതയുള്ളതാണ് പുഷ്പാവതിയുടെ മരണമെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജോസ് കെ മാണിയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം മാധ്യമങ്ങളുടെ മാത്രം ചർച്ച. എവിടെ നിന്നാണ് വിവരം ലഭിച്ചതെന്ന് മാധ്യമങ്ങൾ വ്യക്തമാക്കണം. വരാൻ താല്പര്യമുള്ളവർ വരും, ആരെയും നിർബന്ധിക്കില്ല. ഒരു വിസ്മയവും UDF അവകാശപ്പെട്ടിട്ടില്ലെന്നും അടൂർ പ്രകാശ്. UDFിൻ്റെ കൺവീനർ, സംസ്ഥാനതല കൺവീനർ അടൂർ പ്രകാശാണ്. യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ലെന്ന് ആധികാരികമായി എനിക്ക് പറയാൻ കഴിയും. ഇത് എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചർച്ചകൾ നടത്തി എന്ന് പറഞ്ഞ് അത് വെച്ച് കാര്യങ്ങളിലേക്ക് പോകുന്നത് ശരിയാണോ എന്നതിനെക്കുറിച്ച് അവരാലോചിക്കണം. ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം, ഞങ്ങളുമായി ബന്ധപ്പെട്ട് UDFുമായി ബന്ധപ്പെട്ട് വരാൻ കഴിയുന്നവർ വരട്ടെ. പക്ഷേ അത് അവരുടെ ആവശ്യപ്രകാരം മാത്രമേ ആയിരിക്കുകയുള്ളൂ. അതല്ലാതെ കണ്ട ഒരാളിനെ പോലും സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കില്ല. ചർച്ചകൾക്ക് സാധ്യതയുണ്ട് അല്ലേ? ഏത് ചർച്ചകൾക്ക് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലല്ലല്ലോ ചർച്ച നടത്തേണ്ടത്. അത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് ആവശ്യപ്പെടണം. അതല്ലാതെ കണ്ട് അങ്ങോട്ട് പോയി ഒരു ചർച്ചയ്ക്ക് പോകുന്ന പ്രശ്നം ഇനി ഉദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നില്ല. അത് നിങ്ങൾ ആണ് ഇതൊക്കെ പറയുന്നത്, നിങ്ങളാണ് സംപ്രേഷണം ചെയ്തത്. ജോസ് കെ മാണി വരാൻ പോകുന്നു എന്നൊക്കെ സംപ്രേഷണം ചെയ്തത് നിങ്ങളാണ്. അത് എവിടെ നിന്ന് സോഴ്സ് കിട്ടി എന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ തന്നെ പറയേണ്ടതാണ്. തൊഴിലുറപ്പ് പദ്ധതി തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ കാഞ്ഞങ്ങാട് നഗരത്തിൽ മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ കാഞ്ഞങ്ങാട് നഗരത്തിൽ മാർച്ച് നടത്തി. രാവിലെ മുതൽ തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങളിലും മറ്റുമായി എത്തിയവർ നോർത്ത് കോട്ടച്ചേരിയിൽ സംഗമിച്ച് ഒരു പ്രളയമായി നഗരത്തിലൂടെ നീങ്ങുകയായിരുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു മാർച്ച്. പദ്ധതി അട്ടിമറിച്ച് തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്ന് ഗ്രാമീണ ദരിദ്രരുടെ ജീവിതം തകർക്കുന്നതാണ് പുതിയ VBGRAMG നിയമം. ഏറ്റെടുക്കാവുന്ന പ്രവൃത്തികൾ കുറച്ചതും കാർഷിക മേഖലയെ പൂർണ്ണമായും ഒഴിവാക്കിയതും 125 ദിവസം തൊഴിൽ നൽകുമെന്ന പ്രഖ്യാപനം അസാധ്യമാക്കുന്നതുമാണ് പുതിയ നിയമം എന്നും ഇവർ പറഞ്ഞു. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയെ തൊഴിലറക്കുന്ന പദ്ധതിയാക്കിയിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പുതുതായി കൊണ്ടുവന്ന നിയമത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ഈ നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കുമ്പോൾ അതിനെതിരായ പ്രതിഷേധം ശക്തമായിരുന്നു. പുതിയ നിയമനിർമ്മാണത്തെ പ്രതിപക്ഷം എതിർത്തു.
അത് ഈ നാടിൻ്റെ വികാരമായിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം 2005 കൊണ്ടുവന്നത്. ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്താണ്. ജില്ലാ പ്രസിഡന്റ് പി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. എം രാജഗോപാലൻ MLA, CH കുഞ്ഞമ്പു MLA, മുൻ MP പി കരുണാകരൻ, മുൻ MLA KV കുഞ്ഞിരാമൻ, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം M രാജൻ, മുൻ MLA K കുഞ്ഞിരാമൻ, അഡ്വക്കേറ്റ് K രാജ്മോഹൻ, ജില്ലാ ട്രഷറർ പാലക്കോൽ രാജൻ, AV രമണി, കൈനി കുഞ്ഞിക്കണ്ണൻ, രാജൻ, PP സുകുമാരൻ, K സന്തോഷ് കുമാർ, ജയകുമാരി, സേതു, MG പുഷ്പ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഗൗരി പനയാൽ സ്വാഗതം പറഞ്ഞു. നോർത്ത് കോട്ടച്ചേരി കേന്ദ്രീകരിച്ച് മാർച്ച് ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശ്രീ മടിയംകൂലം പാട്ടുത്സവത്തിൽ പാരമ്പര്യവും പഴമയുടെ പ്രൗഢിയും വിളിച്ചോതി കളമെടുത്തു ചടങ്ങ്. പാട്ടുത്സവം 1, 2 ദിനത്തിൽ പ്രതിഫലിച്ചത് ജീവസുറ്റ ദേവി ദേവഭാവങ്ങളാണ്. ശ്രീ മടിയൻകൂലവും പാട്ടുത്സവത്തിൽ പാരമ്പര്യവും പഴമയുടെ പ്രൗഢിയും വിളിച്ചോതി കളമെഴുത്തു ചടങ്ങ്. പാട്ടുത്സവ 1, 2 ദിനത്തിൽ പ്രതിഫലിച്ചത് ജീവസുറ്റ ദേവീദേവ ഭാവങ്ങളാണ്. വെറും 5 അക്ഷരത്തിൽ ഒതുങ്ങുന്നതല്ല കളമെഴുത്ത്. അരിപ്പൊടി കളറിൽ മുക്കിയുള്ള ഒരു അഭ്യാസവുമല്ലത്. കണിയൊരുക്കുന്നതുപോലെ കളമെഴുത്തുകാരൻ കൈവിരലുകളാൽ തീർക്കുന്ന ഒരു ഇന്ദ്രജാലമാണിത്. പരുക്കനായ തറ കാൻവാസാക്കി കലാകാരൻ കളമെഴുതുമ്പോൾ അത് വെറും കളമല്ലാതാകുന്നത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ്. അനുഷ്ഠാന സമ്പുഷ്ടമാണ് കളമെഴുത്ത്. കളത്തിലേക്ക് ഭാവങ്ങൾ ആവാഹിക്കപ്പെടുന്നത് ഭക്തിയുടെയും ഏകാഗ്രതയുടെയും അകമ്പടിയോടെയാണ്. കൺമുന്നിൽ കളം മായ്ച്ചാലും കണ്ടവരുടെ മനസ്സിൽ മായാതെ നിൽക്കണമെങ്കിൽ അത് പൂർണ്ണതയ്ക്കായി കലാകാരൻ എടുക്കുന്ന പരിശ്രമം ഏറെയാണ്. 5 ദിനങ്ങളിലായുള്ള പാട്ടുത്സവത്തിൽ 4 ദിവസങ്ങളിലാണ് കളമെഴുത്തും പാട്ടും നടക്കുന്നത്. ഉത്സവ നാളുകളിൽ ക്ഷേത്ര നാലമ്പലത്തിനകത്ത് കാളരാത്രിയമ്മയുടെ നടയോട് ചേർന്ന് മടിയൻകുറുപ്പ് കുടുംബം തയ്യാറാക്കുന്ന ദാരിക രൂപത്തിന് മുന്നിൽ കാളരാത്രിയമ്മയ്ക്ക് അഭിമുഖമായുള്ള സോപാനത്തിലാണ് പ്രധാന ചടങ്ങായ കളമെഴുത്തും പാട്ടും നടക്കുന്നത്. ആദ്യ ദിവസം കാളരാത്രിയമ്മയുടെയും തുടർന്ന് 2ാം ദിവസം ക്ഷേത്രപാലകൻ ഈശ്വരന്റെയും തുടർന്നുള്ള 2 ദിവസങ്ങളിൽ കാളരാത്രിയമ്മയുടെയും ജീവസുറ്റ ഭാവങ്ങളാണ് പ്രതിഫലിക്കുക. ആദ്യ ദിനം പച്ചവർണ്ണത്തിലുള്ള കളവും അവസാന ദിവസം കാളരാത്രിയമ്മയുടെ പൂർണ്ണ രൂപത്തോടു കൂടിയുള്ള 4 കൈകളുള്ള മഞ്ഞ വർണ്ണത്തിലുള്ള ഭദ്രകാളി രൂപവുമാണ് വരയ്ക്കുന്നത്. പ്രകൃതിദത്തമായ പഞ്ചവർണ്ണങ്ങളാണ് കളം വരയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. വെളുത്ത പൊടിയായി അരിപ്പൊടിയും, മഞ്ഞയ്ക്ക് മഞ്ഞൾപ്പൊടിയും, കറുപ്പിനായി കരിപ്പൊടി അഥവാ ഉമിക്കരിയും, 100 മഞ്ഞളും ചേർത്ത മിശ്രിതം തിരുമ്മിയെടുത്ത് ചുവപ്പായും പച്ചയ്ക്കായി വാഗമരത്തിന്റെ പച്ചയില പൊടിച്ചെടുത്തും വർണ്ണങ്ങളായി ഉപയോഗിക്കുന്നു. ഈ 5 വർണ്ണങ്ങൾ പഞ്ചലോഹങ്ങളെ സൂചിപ്പിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. കാളരാത്രിയമ്മയുടെയും ക്ഷേത്രപാലകൻ ഈശ്വരന്റെയും രൂപങ്ങൾ വരയ്ക്കാൻ ഏകദേശം 1.5 മണിക്കൂറിനടുത്ത് സമയം വേണ്ടിവരും. 4 ദിവസങ്ങളിലായി ക്ഷേത്രപാലകൻ, കാളരാത്രി എന്നിവയുടെ രൂപത്തിനു പുറമെ നാഗരാജാവിന്റെയും നാഗേശ്വരി ദേവിയുടെയും രൂപവും അവസാന ദിവസം വരയ്ക്കും. ശേഷം ദേവീദേവന്മാരെ സ്തുതിച്ച് കൊണ്ട് പാട്ടും കളം പൂജയും നാഗത്തോറ്റവും നടത്തും. ഏറെ അനുഷ്ഠാന സമ്പുഷ്ടമാണ് ഈ കളമെഴുത്ത് ചടങ്ങുകൾ. നമ്മളിപ്പം 3 ആളാണ് കളത്തും പാട്ടിനും വന്നിട്ടുള്ളത്. ഒന്ന് ഞാൻ പ്രകാശൻ, പിന്നെ രഞ്ജിത്ത് മാലൂർ സ്കൂൾ മാഷാണ്, പിന്നെ KV ഷാജി. നമ്മൾ 3 ആളാണ് കളത്തും പാട്ടിനും മടിയൻകുലത്തേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ 4 ദിവസം മുന്നേ 10-ാം തീയതി വൈകുന്നേരം ഇവിടെ ഒരു കെട്ടുവെക്കുക എന്നൊരു ചടങ്ങുണ്ട്. ആ കെട്ടുവെക്കുക ചടങ്ങിന് നമ്മൾ തെയ്യമ്പാടിയോട് എത്തിയോ, നമ്മൾ ഇത്രയും ദൂരെ ആയതുകൊണ്ട് തെയ്യമ്പാടിയോട് എത്തുമെന്ന് ചോദിച്ചിട്ട് അന്വേഷിക്കും നമ്മളോട് എത്തി എന്നുള്ള അറിയിച്ചിട്ട് നമുക്കൊരു വിത്തിലടക്കയും തന്നിട്ട് നമ്മളെ പാട്ട് ഏൽപ്പിക്കും. അങ്ങനെ കുറേയൊക്കെ വിത്തിലടക്കം കൊടുക്കാനുണ്ട്. മാരാറ്, നമ്മൾ, മേശാന്തി, ഇവിടുത്തെ പിന്നെ കുറച്ച് വേറെ അടിയന്തരക്കാരുണ്ട്. ഇവർക്കെല്ലാം വിത്തിലടക്കം കൊടുത്തിട്ട് പാട്ടിൻ്റെ അടിയന്തരങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ചുമതലപ്പെടുന്നൊരു ചടങ്ങാണ്. അതായത് ധനു 26-ാം തീയതി അത്താഴപ്പൂജക്ക് തൊട്ട് മുന്നേ, എന്നിട്ടാണ് അത്താഴപ്പൂജക്ക് തിരുവത്താഴത്തിൻ്റെ അരി കളന്നിട്ട് പാട്ടുത്സവം തുടങ്ങും. അങ്ങനെയാണ് പാട്ടുത്സവം. നമ്മൾ കാലാകാലമായിട്ട് ഏതോ കാലത്ത് പൂർവികമായിട്ട് നമ്മൾ പരമ്പരയായിട്ട് വരുന്നതാണ് കളമെഴുത്തും പാട്ടിന്. ഇരട്ടിക്കടുത്ത പുന്നാട് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന്
നമ്മൾ കാലാകാലം ഏകദേശം 100 കിലോമീറ്റർ അപ്പുറമുള്ളൊരു സ്ഥലമാണ് പുന്നാട് എന്ന് പറഞ്ഞാൽ ഈ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത പുന്നാട് എന്ന് പറഞ്ഞാൽ ഇരിട്ടി മട്ടന്നൂരിന് നടുവിലുള്ളൊരു സ്ഥലമാണ്. കളം വരയും പാട്ടും നാഗത്തോറ്റവും ഒരു ഉപാസന പോലെ കൊണ്ടു നടക്കുന്ന പാരമ്പര്യ കലാകാരായ കണ്ണൂർ ഇരിട്ടി പുന്നാട് KV രഞ്ജിത്ത് മാസ്റ്റർ, പ്രകാശൻ, KV ഷാജിയും തങ്ങളുടെ കലാസപര്യയെ ഭക്തിയുടെയും ആനന്ദത്തിന്റെയും ഉദാത്ത മാതൃകകളാക്കി മാറ്റാനും ശ്രദ്ധിക്കുന്നു. ഉദിനൂർ കൂലം, ചെറുവത്തൂർ, ബന്തെടുക്ക, കാനത്തൂർ, ഉംബ്രങ്ങള, ചന്ദ്രഗിരി ധർമ്മശാസ്ത്ര ക്ഷേത്രം, മധൂർ എന്നിവിടങ്ങൾക്ക് പുറമെ കണ്ണൂർ ജില്ലയിലെ നിരവധി ക്ഷേത്രങ്ങളിലും കളമെഴുത്ത് നടത്തുന്നതും ഇവരാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശ്രീ മടിയും കൂലവും പാട്ടുത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ആത്മാവായി നിലകൊള്ളുന്നതാണ് കഥിനമുഴക്കം. ഓരോ ചടങ്ങിന്റെയും തുടക്കത്തെയും ഒടുക്കത്തെയും വിശുദ്ധ നിമിഷങ്ങൾ കഥിനയുടെ ഗംഭീരമായ മുഴക്കത്തോടെ സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ദേവസന്നിധി ജാഗ്രതമാകുന്നതിന്റെ ദിവ്യ സൂചനയാകുന്നു അത്. ശ്രീ മടിയൻ കൂലവും പാട്ടുത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ആത്മാവായി നിലകൊള്ളുന്നതാണ് കഥിനമുഴക്കം. ഓരോ ചടങ്ങിന്റെയും തുടക്കത്തെയും ഒടുക്കത്തെയും വിശുദ്ധ നിമിഷങ്ങൾ കഥിനയുടെ ഗംഭീരമായ മുഴക്കത്തോടെ സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ദേവസന്നിധി ജാഗൃതമാകുന്നതിന്റെ ദിവ്യ സൂചനയാവുന്നു അത്. ക്ഷേത്ര പരിസരം മുഴുവൻ പ്രതിധ്വനിക്കുന്ന കഥിനനാദം പാരമ്പര്യത്തിന്റെ ഗൗരവവും ഉത്സവത്തിന്റെ ഉജ്ജ്വലതയും ഒരുമിച്ച് വിളിച്ചോതുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ദൗത്യഭാരമുള്ള സേവനം ഭക്തിയോടെയും അചഞ്ചലമായ ഉത്തരവാദിത്ത ബോധത്തോടെയും നിർവഹിച്ചവരായി താത്രവൻ പക്കീരൻ, കുഞ്ഞുവീട്ടിൽ മാലിംഗൻ, കേളഞ്ചൻ വീട് കോരൻ, പുലിക്കോടൻ അമ്പൂഞ്ഞി എന്നിവരുടെ നാമങ്ങൾ പാട്ടുത്സവ ചരിത്രത്തിൽ സ്മരണീയമായി നിലനിൽക്കുന്നു. ആ പാരമ്പര്യത്തിന്റെ ദീപ്തി ഇന്നും അണയാതെ തുടരുകയാണ്. ഇപ്പോൾ കഥിനമുഴക്കത്തിന്റെ പവിത്ര ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് താത്രവൻ കേളു പൊള്ളക്കട, പനക്കൂൽ കൃഷ്ണനും മക്കാക്കോടൻ സുനിലും ആകുന്നു. നമ്മള് മുമ്പേ പാരമ്പര്യമായിട്ടുള്ള പണിയാണിത്. അപ്പൊ തലമുറകൾ ഉണ്ടായിരുന്നു, നമ്മളെ 2-3-4 തലമുറകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ നമുക്കിത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏൽപ്പിച്ചു. തവണ ഈ ഇവനും ഞാനും ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇത് പാരമ്പര്യ പടിയാണ് ഇവിടുത്തെ കഥേന. ഇതെന്തായാലും ഇവിടെ നിർബന്ധമാണ്. കുറ്റി ഇവിടുത്തെ നമ്മളെ ഇവിടെ അമ്പലത്തിലെ സ്ഥിരം കുറ്റിയാണ്. ഇപ്പം നമുക്കിവിടെ ആരും ഇതിനെ കൈകാര്യം ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് ഇപ്പൊ നമ്മൾ തന്നെ പാരമ്പര്യമായിട്ട് ഇവിടെ പോയി കൊണ്ടുവന്നിട്ട് ഇപ്പൊ ചെയ്യുന്നു. മുൻഗാമികളുടെ വഴി തെളിയിച്ച പാതയിൽ വിശ്വാസവും വിനയവും ചേർത്ത് അവർ കഥിനയുടെ ഓരോ മുഴക്കത്തിലൂടെയും ദേവതാനുഗ്രഹവും പാട്ടുത്സവത്തിന്റെ മഹത്വവും ജനമനസ്സുകളിൽ പുതുക്കി പതിപ്പിക്കുന്നു. ഇങ്ങനെ തലമുറകളെ ബന്ധിപ്പിക്കുന്ന ആത്മീയ നാദമായി കഥിനമുഴക്കം ശ്രീ മടിയൻ കൂലവും പാട്ടുത്സവത്തിൽ ഇന്നും നിത്യനാദമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഫെബ്രുവരി 4 മുതൽ 8 വരെ കുണിയയിൽ നടക്കുന്ന സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളന നഗരി സന്ദർശിക്കുവാൻ ആവിയിലെ നിവാസികൾ നടത്തുന്ന യാത്രാ പരിപാടിയുടെ പതാക കൈമാറൽ ചടങ്ങ് നടന്നു. മുൻ കൗൺസിലർ KK ജാഫർ കാരട്ടെ അബ്ദുള്ളയ്ക്ക് കൈമാറി പതാക കൈമാറൽ ചടങ്ങ് നിർവഹിച്ചു. 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ കുണിയയിൽ നടക്കുന്ന സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളന നഗർ സന്ദർശിക്കാൻ ആവിയിലെ നിവാസികൾ യാത്ര നടത്തി. പരിപാടിയുടെ പതാക കൈമാറൽ ചടങ്ങ് മുൻ കൗൺസിലർ KK ജാഫർ കരാട്ടെ അബ്ദുള്ളയ്ക്ക് കൈമാറി നിർവഹിച്ചു. കൈമാറുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമായ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായത്. കാരണം ഈ സമസ്തയുടെ പതാകയും അതുപോലെ തന്നെ അർദ്ധചന്ദ്ര താരാംഗ ഹരിത പതാകയും ഒന്നിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ആവിൽ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനവറുകൾ ഒരുപാട് ആളുകൾ അനുഗ്രഹമുള്ള ഒരു സംഘടനയാണ്. ഈ മതേതര ഇന്ത്യയിൽ മതേതരത്വം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് യാതൊരുവിധ വെള്ളവും ചേർക്കാതെ വിശ്വാസ പ്രമാണങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസത്തെ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് സമസ്ത ഈ 100 വർഷം പൂർത്തിയാക്കുന്നത് എന്നുള്ളത്. ഒരാളുടെ മുന്നിലും അടിവതറാതെ അടിയറ വെക്കാതെ വിശ്വാസ പ്രമാണങ്ങൾ അടിയറ വെക്കാതെ തന്നെ സമസ്ത മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മഹാനായ ഒരുപാട് ആളുകൾ സൂഫി വര്യന്മാർ കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനമായതുകൊണ്ടാണ്. LK ഷെരീഫ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നൂറാനിയ ജമാഅത്ത് ഖത്തീബ് മുഹമ്മദ് അസറുദ്ദീൻ ബാഗവി ഉദ്ഘാടനം നിർവഹിച്ചു. വേണ്ടിയുള്ളതായ അതിനനുസൃതമായ എല്ലാ പ്രവർത്തനങ്ങളും സഹകരണങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരായ അഹ്ലുസുന്നത്തിനെ നെഞ്ചിലേറ്റുന്ന നമ്മുടെ ആവിയിൽ സഹോദരങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്തു തന്നു. അൽഹംദുലില്ലാ.
ഈ പുറകിൽ കാണുന്ന ഈ ഫ്ലക്സ് പോലും അങ്ങനെയുള്ള ഒരു പ്രതീകമാണ്. അഹ്ലുസുന്നത്തിനെ നെഞ്ചിലേറ്റുകയും അതുപോലെ തന്നെ സമസ്തയെ 100% അംഗീകരിക്കുകയും ചെയ്യുന്ന നല്ലവരായ നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മുടെ ശതാബ്ദി നഗറിലേക്ക് ഒരു വാഹനയാത്ര സംഘടിപ്പിക്കുകയാണ്. കബീർ ഫൈസി ഏണിയാടി ഖത്തീബ് മൊഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ഷംസുദ്ദീൻ ആവിയിൽ നൂറാനിയ ജമാഅത്ത് ട്രഷറർ ജമാൽ MV എന്നിവർ സംസാരിച്ചു. സിദ്ദിഖ് MV സ്വാഗതവും ഇബ്രാഹിം പള്ളിക്കര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ ദീർഘകാലം അംശാദായം അടച്ചു വന്നവർക്ക് ആനുപാതികമായി വർധനവ് വരുത്തി പെൻഷൻ വിതരണം നടത്തണമെന്ന ആവശ്യം കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് സൗത്ത് താലൂക്ക് സമ്മേളനം നടന്നു. 30 വർഷം തയ്യൽ തൊഴിൽ ചെയ്ത് ക്ഷേമനിധിയിൽ അംഗമായവർക്കും വെറും 5 വർഷമായി തൊഴിലെടുത്ത് അംശാദായം അടച്ചു വരുന്നവർക്കും ഒരേ പെൻഷനാണ് നൽകി വരുന്നത്. അതിൽ പ്രധാന മാറ്റങ്ങൾ വരുത്തി ആനുപാതികമായി പെൻഷൻ വിതരണം നടത്തണമെന്ന് കേരള ടൈലേഴ്സ് അസോസിയേഷൻ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. KMK ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം KSTA ജില്ലാ സെക്രട്ടറി PU ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലാ ഗ്രൂപ്പുകളും വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ജില്ലാ കമ്മിറ്റിക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, താലൂക്ക് കമ്മിറ്റിക്ക് വാട്സപ്പ്, യൂണിറ്റുകൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ്. അതിലൊക്കെ കൃത്യമായി മേൽ കമ്മിറ്റിയിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ, അതാത് മാറ്റങ്ങൾ, ഇതൊക്കെ നിങ്ങൾ വാട്സപ്പ് വെറുതെ കൈകാര്യം ചെയ്യാനില്ല. നമ്മുടെ ഗ്രൂപ്പുകൾ വളരെ ഗൗരവമായി തയ്യൽ തൊഴിലാളിൻ്റെ ഗ്രൂപ്പ്, അതായത് താലൂക്ക് കമ്മിറ്റി ഗ്രൂപ്പ് അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി ഗ്രൂപ്പിൽ നിങ്ങളെല്ലാവരും ഇല്ലെങ്കിലും ജില്ലാ കമ്മിറ്റി ഗ്രൂപ്പിലിടുന്നത് താലൂക്കിലേക്കിടും. അതുപോലെ തന്നെ താലൂക്ക് കമ്മിറ്റിയിൽ യൂണിറ്റിലെ പ്രവർത്തകരില്ലെങ്കിൽ അതിലേക്കിടും. അത് വളരെ ഒരു ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങൾ എല്ലാ കാര്യവും ഇവിടുത്തെ സെക്രട്ടറി രാമരത്നയോ വസന്തയോ വിനോദോ നല്ല രീതിയിൽ ആശ്രയിക്കലല്ല. നിങ്ങളുടെ ക്ഷേമനിധിയിൽ നിങ്ങളൊരു അംഗമായി കഴിഞ്ഞാൽ ആ ക്ഷേമനിധിയിൽ പണമടവ്, ക്ഷേമനിധിയിൽ പുതുക്കേണ്ട സമയത്ത് കൃത്യമായി പുതുക്കേണ്ട സമയം നിങ്ങൾ അന്വേഷിക്കണം അങ്ങോട്ട്. താലൂക്ക് പ്രസിഡന്റ് A ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KSTA ജില്ലാ പ്രസിഡന്റ് C സുരേഷ് ഭട്ട് മുഖ്യ അതിഥി ആയിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം K രുക്മണി മുഖ്യ പ്രഭാഷണം നടത്തി. താലൂക്ക് സെക്രട്ടറി വസന്തബാലൻ, സെക്രട്ടറി PK സിന്ധു, ട്രഷറർ PV രതി, ജില്ലാ കമ്മിറ്റി അംഗമായ KV ദാമോദരൻ, K കുഞ്ഞികൃഷ്ണൻ, KP ഗീത, MP രാധാമണി, വിവിധ യൂണിറ്റ് ഭാരവാഹികളായ AKP ഗിരിജ, PP ശൈലജ എന്നിവർ സംസാരിച്ചു. തയ്യൽ തൊഴിലിൽ 5 പതിറ്റാണ്ട് പിന്നിട്ട K രവീന്ദ്രൻ, MP തമ്പായി എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. ജനജീവിതം ദുസ്സഹമാക്കുന്ന തൃക്കരിപ്പൂർ പടന്ന പഞ്ചായത്തുകളിലെ 5 റെയിൽവേ ഗേറ്റുകളിൽ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് സമ്മേളനം മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യം ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ചലച്ചിത്ര താരം ചന്ദ്രൻ കാഞ്ഞങ്ങാടിനെ അടിയാർക്കാവ് സംക്രാന്തി സമാധരം പരിപാടിയിൽ ആദരിച്ചു. കളിയാട്ട സമിതി ചെയർമാൻ ജനാർദ്ദനൻ പുല്ലൂർ പൊന്നാടയും ഉപഹാരവും കൈമാറി. അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് സംക്രാന്തി തോറും വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന സംക്രാന്തി സമാദരം പരിപാടിയിൽ ചലച്ചിത്ര താരം ചന്ദ്രൻ കാഞ്ഞങ്ങാടിനെ ആദരിച്ചു. കളിയാട്ട സമിതി ചെയർമാൻ ജനാർദ്ദനൻ പുല്ലൂർ പൊന്നാടിയും ഉപഹാരവും നൽകി ആദരിച്ചു. എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ ആദര ഭാഷണം നടത്തി. അടിയാർക്കാവ് കരിഞ്ചാമുണ്ടി ദേവസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ സംക്രാന്തി ദിനങ്ങളിലും നമ്മൾ സമൂഹത്തിലെ ഏറ്റവും ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന സംക്രാന്തി സമാദരം പരിപാടി. ഇന്ന് നമ്മോടൊപ്പം നമ്മൾ സംക്രാന്തി സമാദരത്തിൽ ആദരിക്കുന്നത് കാഞ്ഞങ്ങാടിൻ്റെ സാംസ്കാരിക അതുപോലെ തന്നെ ചലച്ചിത്ര മേഖലയിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ ചന്ദ്രേട്ടനാണ്, ചന്ദ്രൻ കാഞ്ഞങ്ങാട്. അദ്ദേഹത്തിൻ്റെ നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ച് അദ്ദേഹത്തിൻ്റെ അഭിനയ പാടവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. രാമനും ഖദീജയിലെ വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ അഭിനയ പാടവം നമുക്ക് എത്രത്തോളം നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ നാട്ടുകാരനായ ഒരു കലാകാരൻ നമ്മോടൊപ്പമുണ്ട് എന്നതിൽ അഭിമാനിക്കുന്നു. ചടങ്ങിൽ രാമചന്ദ്രൻ പാതിരിക്കുന്ന, രമേശൻ പുതിയ കണ്ടം, ഭരതൻ കണ്ടത്തിൽ, മോഹൻദാസ് അടിയാർക്കാവ്, ഗിരിജ രാജു, സ്വപ്ന KT എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നീലേശ്വരം ശ്രീ പുതിയ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം പാട്ടുത്സവത്തിന് നാന്ദി കുറിച്ചു. ഓലകൊത്തൽ ചടങ്ങ് നടന്നു.
നീലേശ്വരം ശ്രീ പുതിയ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം പാട്ടുത്സവത്തിന് നാന്ദി കുറിച്ച് ഓലക്കുത്തൽ ചടങ്ങ് കോയ്മമാരുടെയും ആചാരസ്ഥാനികരുടെയും തറവാട്ടംഗങ്ങളുടെയും ക്ഷേത്ര ബാല്യക്കാരുടെയും സാന്നിധ്യത്തിൽ നടന്നു. മകരം 11-ന് സുവർണവല്ലി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിന്നുള്ള ദീപവും തിരിയും കൊണ്ടുവരൽ ചടങ്ങോടുകൂടി പാട്ടുത്സവം ആരംഭിക്കും. 19-ന് കളിയാട്ടവും അന്നദാനത്തോടുകൂടി ഈ വർഷത്തെ പാട്ടുത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണീശ്വരം മാക്കി ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം ഒറ്റക്കോല മഹോത്സവം ജനുവരി 30-31 തീയതികളിലായി നടക്കും. നാൾമരം മുറിക്കൽ ഭക്തിയുടെ നിറവിൽ നടന്നു. രാവണീശ്വരം മാക്കി ശ്രീ വിഷ്ണു ദേവസ്ഥാന ഒറ്റക്കോല മഹോത്സവം ജനുവരി 30-31 തീയതികളിലായി വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ഒറ്റക്കോല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള നാൾമരം മുറിക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ക്ഷേത്രസ്ഥാനികരുടെയും വെളിച്ചപ്പാടന്മാരുടെയും കമ്മിറ്റി ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ക്ഷേത്രത്തിലുള്ള കൂട്ടപ്രാർത്ഥനയ്ക്ക് ശേഷം മഹോത്സവത്തിനുള്ള നാൾമരത്തിനായുള്ള പ്ലാവുമരം കണ്ടെത്തിയ രാവണേശ്വരം പെരുംതൃക്കോവിലപ്പൻ ക്ഷേത്രത്തിനു സമീപമുള്ള പ്രശാന്തി നിലയത്തിലെ എ രാമചന്ദ്രന്റെ വളപ്പിലെത്തി ആചാരവിധിപ്രകാരമുള്ള കർമ്മങ്ങൾക്ക് ശേഷം നാൾമരത്തിനായുള്ള പ്ലാവുമരം മുറിച്ചെടുത്തു. തുടർന്ന് ഹരിനാമ സങ്കീർത്തന വിളികളോടെ മുറിച്ചെടുത്ത മരവും ചില്ലകളും ഘോഷയാത്രയായി ഒറ്റക്കോല മഹോത്സവം നടക്കുന്ന മാക്കി വിഷ്ണു ദേവസ്ഥാന സന്നിധിയിലെത്തിച്ചു. ഒറ്റക്കോല മഹോത്സവത്തിന്റെ ഭാഗമായി ജനുവരി 30-ന് വൈകിട്ട് ദീപവും തിരിയും എഴുന്നള്ളത്തും, തുടർന്ന് മേലേരിക്ക് തീക്കൊളുത്തലും, രാത്രി 8 മണിക്ക് മാതൃസമിതിയുടെ കൈകൊട്ടിക്കളിയും അരങ്ങേറും. രാത്രി 9-ന് ചുരിക കാസർഗോഡ് അവതരിപ്പിക്കുന്ന കനലാട്ടം പരിപാടി നടക്കും. തുടർന്ന് വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റം അരങ്ങിലെത്തും. ജനുവരി 31-ന് പുലർച്ചെ 3 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശനവും 4:30-ന് മാരിക്കളത്തേക്കുള്ള പുറപ്പാടും നടക്കും. 5:30-ന് ഗുളികൻ തെയ്യത്തിന്റെ പുറപ്പാടും നടക്കും. തുടർന്ന് അന്നദാനം ഉണ്ടാവും. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് രാജൻ മക്കാക്കോട്ട, സെക്രട്ടറി ടി.എ. അജയകുമാർ, ട്രഷറർ വേണു അത്തിക്കൽ, ടി. അജയകുമാർ, രതീഷ് പാടിക്കാനം, രാജൻ ചോനാട്ട്, ബാബു പള്ളത്തിങ്കാൽ എന്നിവർ നാൾമരം മുറിക്കൽ ചടങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പള ആരിക്കാടിലെ ടോൾ പ്ലാസയ്ക്ക് നേരെയുള്ള ആക്രമണം കണ്ടാലറിയുന്ന 500ഓളം പേർക്കെതിരെ കേസ്. പ്രതിഷേധക്കാർ ക്യാമറകളും സ്കാനറുകളും ടോൾ ബാരികളും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ അടിച്ചു തകർത്തിരിക്കുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ബദിയടക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുമ്പട ജയിൽ വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുഖത്ത് മാന്തിയ പാടുകളും കഴുത്തിലെ കരിമണിമാല കാണാത്തതിലും ദുരൂഹത വർദ്ധിപ്പിച്ചിരിക്കുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജോസ് കെ മാണിയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം മാധ്യമങ്ങളുടെ മാത്രം ചർച്ച. എവിടെ നിന്നാണ് വിവരം ലഭിച്ചതെന്ന് മാധ്യമങ്ങൾ വ്യക്തമാക്കണം. വരാൻ താല്പര്യമുള്ളവർ വരും, ആരെയും നിർബന്ധിക്കില്ല. ഒരു വിസ്മയവും UDF അവകാശപ്പെട്ടിട്ടില്ലെന്നും അടൂർ പ്രകാശ്. തൊഴിലുറപ്പ് പദ്ധതി തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ കാഞ്ഞങ്ങാട് നഗരത്തിൽ മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീ മടിയങ്കൂലം പാട്ടുത്സവത്തിൽ പാരമ്പര്യവും പഴമയുടെ പ്രൗഢിയും വിളിച്ചോതി കളമെടുത്തു ചടങ്ങ്. പാട്ടുത്സവം 1ഉം 2ഉം ദിനത്തിൽ പ്രതിഫലിച്ചത് ജീവസുറ്റ ദേവി ദേവഭാവങ്ങളാണ്. KGOയുടെ 40ാം ജില്ലാ സമ്മേളനം കാസർഗോഡ് നഗരസഭ വനിതാ ഭവൻ ഹാളിൽ നടന്നു. KPCC സെക്രട്ടറി ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം നവംബർ 1-ന് കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച സുഹൃത കേരളം ഗോകുല കലായാത്രയുടെ സംസ്ഥാനതല സമാപന പരിപാടി കാസർഗോഡ് മധൂരിൽ വെച്ച് നടന്നു. പ്രശസ്ത സംഗീതജ്ഞനും ക്ഷേത്രകലാ അക്കാദമി ചെയർമാനുമായ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.